അപ്പം അസ്സലാമു അലൈക്കും കേട്ടോ. നട്ടുച്ചക്കാണ് ഞാനീ പോകുന്നത്, പകലല്ല രാവിലെയാണ് വിചാരിക്കും. പക്ഷേ ഇത് നട്ടുച്ചയാണ് ഗേസ്. ഞാൻ ബസ്സകത്തേക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ ചുറ്റുപാടൊന്ന് നിരീക്ഷിച്ചത്. അപ്പോൾ ഈ മരം കണ്ടത് എത്രമാതിരി ചാമ്പക്ക വിചാരിച്ചിട്ടാണ്, നോമ്പായി പോയില്ലേ ഞാൻ തിന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ബസ്സിൽ കയറി. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ഓൾ ഈ ബസ്സിലുണ്ട് എന്ന് പറഞ്ഞു, എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ആ ബസ്സിൽ കയറി. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടത് മലപ്പുറത്താണ്. അങ്ങനെ ഫസ്റ്റ് ഞങ്ങളവിടെ കാലെടുത്ത് വലത് കാല് വെച്ച് കയറിയത് ഓപ്റ്റി വർക്കിലാണ്. ഒക്കെ എന്തോ കണ്ണണ്ട ഇത് ശരിയാക്കണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അങ്ങനെ കയറിയല്ല. അതിപ്പോൾ കണ്ണാടിൻ്റെ ഷോപ്പിൽ കയറിയിട്ട് വേറെ പച്ചക്കറിയൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വെറുതെ ഒരു പട്ടി ഷോപ്പ് എടുത്ത് ഇങ്ങനെ രസമായിട്ട്. അതിനുശേഷം ഞങ്ങൾ പിന്നെ കയറിയിട്ടുള്ളത് ഇവൾക്ക് ചുരിദാർ നോക്കാം. ഏതായാലും പെരുന്നാളല്ലേ വരുന്നത്, ഒരു ബൈക്ക് പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് ചുരിദാർ നോക്കാൻ കയറിട്ടോ. ആ ഇതിലുള്ള എല്ലാ ബ്ലാക്ക് ഇതും ഓളെ മുമ്പേക്ക് എത്തിച്ചിട്ടുണ്ട്. ബ്ലാക്ക് അവിടെയുള്ള എല്ലാ ബ്ലാക്ക് ചുരിദാറും. പക്ഷേ ഓൾക്ക് ബ്ലാക്ക് ചുരിദാർ പറ്റൂല കേസ്. അല്ല, ബ്ലാക്കാണ് ഒക്കെ ഇഷ്ടം. പക്ഷെ അതിലൊക്കെ സിമ്പിൾ വേണം, അതൊക്കെ ഹെവിയാണ്. അങ്ങനെയാണ്. ഷോള് വലിപ്പല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുട്ടിക്ക് ലാക്ടേജ് വാങ്ങാൻ വേണ്ടി കോട്ടപ്പടിക്ക് ഇറങ്ങി ലാക്ടേജ് വാങ്ങിയതിന് ശേഷം ഞങ്ങൾ ജാംജൂമിൽ പോയി. ജാംജൂമിൽ നമ്മളുടെ തറവാട് സ്വത്താടല്ലോ, അവിടെ ഒന്ന് കയറണമല്ലോ, അവിടെ നിന്ന് ഒപ്പ് വെച്ചാലല്ലോ ഒരു സമാധാനം ഉണ്ടാവും. എനിക്കിടയ്ക്കിടെ മുഴുവൻ ഫ്രൂട്ട്സും ഞാൻ വാങ്ങിയിട്ടില്ല, ഏതോ ഒന്ന്. അതിനുശേഷം ബിരിയാണി പൊടി, ഇത് അവിടെ ഭയങ്കര വൈറലായിട്ടുള്ള സംഭവം സെറ്റാട്ടോ. അതിനുശേഷം പിന്നെ ബിരിയാണിയൊക്കെ വാങ്ങിയതിന് ശേഷം നേരം പോക്കാറിനതിൽ വയ്ക്കാണ്ട് കട്ട്ലേറ്റും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ഗായ്സ്. അതിന് ശേഷം നോമ്പറക്കണമെന്ന് ഞാൻ കാണിക്കണില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, എല്ലാവരും കൂടി നോമ്പറക്കണമല്ലോ, എന്തിനാകുമ്പോൾ നമ്മൾ നോമ്പറക്കണമെന്ന് കാണിക്കണേ. അതിന് ശേഷം ഞങ്ങളൊരു സ്ഥലം വരെ പോണേ. ഓല് മാറ്റി ഒരുങ്ങി സുന്ദരി കുട്ടികളായിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അതിന് ശേഷം ഓട്ടോ വന്ന് ഞങ്ങൾ എന്ത് ചെയ്യും, അതിന് ശേഷം ഓട്ടോ വന്ന് ഞങ്ങൾ മഞ്ചേരിയിലേക്ക് പോയി. കാരണം എന്താ, പകലൊക്കെ പറ്റിയിട്ടില്ലല്ലോ ചുരിദാർ, അപ്പം രാത്രിയൊക്കെ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മഞ്ചേരിയിലേക്ക് വന്നതാണ് ഗൈസ്. ഹൈദിക്ക് ഇത് പുതിയ ന്യൂ ആയിട്ട് തുറന്ന ഷോപ്പാട്ടോ. അടിപൊളി ഷോപ്പാണ്, അടിപൊളി കളക്ഷനുണ്ട്. അങ്ങനെ ചുരിദാർ സെലക്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ വെസ്റ്റേൺ മോഡൽ നോക്കാൻ പറഞ്ഞിട്ട് മുകളിലുണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടിയിട്ട് പോയി. വെച്ചാൽ ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പാട്ടോ. അപ്പം കാണാൻ വേണ്ടിയിട്ട് വെസ്റ്റേൺ മോഡലുണ്ട്, നല്ല സെലക്ഷൻ ഉണ്ട് പറഞ്ഞപ്പോൾ കാണാൻ പോയി. നല്ല ഭംഗിയുണ്ട്, കാണാനൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഷോളൊക്കെ വെറൈറ്റി ഭയങ്കര കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം ആ ഫേമസ് ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ ഞങ്ങൾ അത് കാണാൻ പോയി. പക്ഷേ ഞങ്ങൾക്ക് പറ്റിയില്ല കേസ്, പറ്റിയല്ല, ഭയങ്കര തിരക്കും, അവിടെ ഇല്ല, കിട്ടിയിട്ടില്ല. ഞങ്ങൾ വിചാരിച്ച സാധനമല്ല, അത് കഴിഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കോഫി ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കോഫിയൊന്നും കുടിക്കാനൊന്നുമല്ല, ജസ്റ്റ് ഞങ്ങൾ എന്തൊക്കെ വാങ്ങിയിട്ട് പാർസൽ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. വീട്ടിലേക്ക് പോകുന്നത് കാരണം നട്ടപ്പാതിരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പലിച്ചക്ക് നീച്ചും അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പിറ്റേന്നൊക്കെ എന്ന് വിചാരിച്ചിട്ട് വേഗം പോന്നു. സംഭവം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കേസ്. ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയ ഈ ഒരു സംഗതി തൊള്ളയ്ക്ക് വെക്കാൻ പറ്റൂലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഫ്ലേവർ ഇട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ വീട്ടിലെത്തി.